സാഗര ശയന ക്ഷീരസാഗര ശയന നിഗൂഢതകൾക്ക് പേരുകേട്ട ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ജില്ലയിലെ ലെപ്പാക്ഷിയിലേക്കുള്ള യാത്രയിൽ എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ പേരിൻ്റെ പിന്നിൽ പോലും നമുക്ക് മലയാളിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കഥയാണ് ഉള്ളത്. അത് പോകെ ഞാൻ പറഞ്ഞു തരാം. ഇത് പോകുന്ന വഴി കണ്ട ഒരു കാഴ്ചയാണ്. കോൺ ഉണക്കാനിട്ടിരിക്കുകയാണ് ഇത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് മഹാദേവൻ്റെ പ്രതിരൂപമായ വീരഭദ്രസ്വാമിയുടെ അടുത്തേക്കാണ്. സ്കന്ദപുരാണത്തിൽ പോലും ഈ ഒരു സ്ഥലത്തെ പറ്റി പറയുന്നുണ്ട്. ഇത് AD 1530 വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധിപനായ അച്യുതദേവരായരുടെ കാലത്താണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പിറവി ഉണ്ടായിരിക്കുന്നത്. ഇവിടെ മൊത്തത്തിൽ നമുക്ക് വിജയനഗര വാസ്തുവിദ്യയുടെ ചാരുത കാണാൻ കിട്ടും. ആദ്യം കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഇതാണ് കേട്ടോ. സാധാരണ ഒരു ക്ഷേത്രത്തിൽ കാണുന്ന ഒരു കാഴ്ചയല്ല നമുക്കിവിടെ കാണാൻ പറ്റുന്ന. എല്ലാം ഇങ്ങനെ പാറയിൽ ഇങ്ങനെ കൊത്തി എടുത്തിരിക്കുന്നത് വലിയ ഒരു സ്വർണ്ണ കൊടിമരം. നമ്മുടെ കൊടിമരത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. നമ്മുടെ നേരത്തെ കർണാടകത്തിലെ 1-2 ക്ഷേത്രങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അവിടെയും നമുക്കിതാണ് കാണാൻ കിട്ടുന്നത്. അമ്മ കൂടെ ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. പാറയിലും കാണാൻ തട്ടി വീഴുവോ എന്നൊക്കെ ഭയങ്കര പേടി തോന്നുന്നു. അമ്മയ്ക്ക് നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇല്ലെങ്കിലും ആഗ്രഹം കൊണ്ട് പോയതാണ്. അപ്പോൾ പ്രവേശന കവാടത്തിൽ ഇങ്ങനെ ഗംഗയുടെയും യമുനയുടെയും ആയിട്ടാണ് അവരിങ്ങനെ കൊത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ക്ഷേത്രത്തിനെ 3 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തേത് മുഖമണ്ഡപം അല്ലെങ്കിൽ നാട്യമണ്ഡപം, രണ്ടാമത്തേത് അർദ്ധമണ്ഡപം, മൂന്നാമത്തേത് ഗർഭഗൃഹം. അപ്പം നമ്മൾ ഈ പടികൾ കയറി ആദ്യം ചെല്ലുന്നത് നാട്യമണ്ഡപത്തിലേക്കാണ്. നാട്യമണ്ഡപത്തിൽ കാണുന്ന കാഴ്ച അക്ഷരാർത്ഥത്തിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇവിടെ 70 തൂണുകളാണ് ഉള്ളത്. അപ്പോൾ ഓരോ തൂണുകളിൽക്കും ഓരോ എന്താ പറയുന്നത്, എനിക്ക് എങ്ങനെ വർണ്ണിക്കണമെന്നറിയാത്ത കാഴ്ചയാട്ടോ. അതുപോലെ തന്നെ ഇതുപോലാണ് ഇതിൻ്റെ ചുവർ ചിത്രം. മാത്രം ചുവറിൽ നമുക്ക് മ്യൂറൽ പെയിൻറ്റിങ്സ് ആണ് കാണാൻ പറ്റുന്നത്. അത് കൂടുതലും വിജയനഗര സാമ്രാജ്യത്തെ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ഏത് സമയത്താണ് ചെയ്തത് എന്ന് ഓർക്കുമ്പോഴാണ് അന്നത്തെ, ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് കാര്യവും നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ടൈമിൽ ഇതൊക്കെ ഇത്ര പെർഫെക്റ്റായിട്ട് ചെയ്യുക എന്ന് പറയുന്നതൊന്ന് ആലോചിച്ച് നോക്കി. നൃത്തം ചെയ്യുന്ന രംഭയാണ് ഇതിൻ്റെ പെർഫെക്ഷൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അതുപോലെ ഈ നൃത്തത്തിന് താളം പിടിക്കുന്നത് ബ്രഹ്മാവാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നാട്യമണ്ഡപത്തിലാണ്. ഇവിടുന്ന് പടികൾ കയറി അകത്തോട്ട് ചെല്ലുന്നത് ഗർഭഗൃഹത്തിലേക്കാണ്. ഇവിടെ വീഡിയോഗ്രാഫി അലൗഡല്ല. അതുപോലെ അവിടെ നമുക്ക് കാണാൻ കിട്ടുന്നത് ഒരാൾ പൊക്കത്തിൽ ആയുധം ഏന്തി നിൽക്കുന്ന വീരഭദ്രൻ്റെ ഉഗ്രരൂപമാണ് നമുക്ക് കാണാൻ കിട്ടുന്നത്. അതിൻ്റെ ചുവർചിത്രമായിട്ടുള്ളത് അർദ്ധനാരീശ്വരനും അതുപോലെ ഹരിഹരനുമാണ്. അതിനകത്ത് ഒരു ഗുഹ, അഗസ്ത്യമുനി താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഗുഹ കാണാൻ കിട്ടും. അദ്ദേഹമാണ് ലിംഗപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് എന്നാണ് വിശ്വാസം. അതുപോലെ ഇവിടെ ചുവരിൽ കാണുന്നത് ഒരു 100 എതളുകളുള്ള ഒരു താമരയാണ്. അതായത് ദശപത്ര കമൽ എന്നാണ് പറയുന്നത്. 70 തൂണുകളിലും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അതായത് രാമായണം, മഹാഭാരതം, നമ്മുടെ ഹിന്ദു പുരാണങ്ങളൊക്കെയാണ് കൊത്തിയെടുത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ ഒരു ദിവസം മുഴുവൻ നമ്മൾ ചെലവഴിച്ചാൽ പോലും നമുക്ക് മതിയാവില്ല. അതിൻ്റെ മനോഹാരിത ഒന്നും പറയാതിരിക്കാൻ വയ്യ കേട്ടോ. പിന്നെ ആന്ധ്ര ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ അവരുടെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ അന്തരീക്ഷത്തിൽ തൂങ്ങി നിൽക്കുന്ന സ്തംഭം എന്ന് പറഞ്ഞ്, അതായത് ഹാങ്ങിങ് പില്ലർ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്തിലേലും ഒന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് നിറച്ച് കിട്ടും. പക്ഷെ ആരും അത് എല്ലാവരും പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് ഇങ്ങനെ കീഴിൽ കൂടെ കടത്തിയെടുക്കാം എന്നാണ്. പക്ഷെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ ചില വീഡിയോയിൽ ആൾക്കാർ ഇങ്ങനെ പറയുന്നതും കണ്ടിട്ടുണ്ട്. നമ്മളത് ചെയ്യുമ്പോൾ അത് മൊത്തത്തിൽ അത് കടന്നു വരില്ല കേട്ടോ. എല്ലാവരും എന്നുമ്പോൾ ഇതിൻ്റെ കീഴിലാണ്. അതുപോലെ തന്നെ അവർ വേറൊരു കാര്യവും കൂടെ പറഞ്ഞു ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൂടെ ഒരു വസ്തു കയറ്റി ഇറക്കിയാൽ നമ്മുടെ കഷ്ടപ്പാട് കുറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണ നമ്മളൊന്ന് അന്ധവിശ്വാസികളായി പോകുമല്ലോ. ഞങ്ങൾ പോയപ്പോൾ ഞാൻ ആ സാരി എടുത്തുകൊണ്ട് പോയ ദിവസം ഞാൻ ദുപ്പട്ട കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മളിതിലിങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ
ആദ്യമേ ഞാനൊരു നല്ല സ്റ്റഡി നടത്തിയിട്ടേ ആ ഒരു സ്ഥലത്ത് പോകാറുള്ളൂ, അവിടെ എന്തൊക്കെ നമുക്ക് കാണണം കണ്ടിരിക്കണം എന്ന്. അപ്പം ഞാൻ ആ കാറിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. അങ്ങനെ സാരി ഒന്ന് കയറ്റി നോക്കിയതാണ്, പറ്റുന്നില്ല. എങ്കിലും പിന്നെ ആ ശ്രമം ഉപേക്ഷിച്ചില്ല, വീണ്ടും ഞാൻ നോക്കിയതാണ്. പെട്ടെന്നാണ് ഞാൻ നോക്കുന്നത് എല്ലാവരും ഫോണും പിടിച്ച് ഇങ്ങനെ ക്യാമറ പിടിച്ച് നിൽക്കുക. എങ്ങാണോ എൻ്റെ സാരി ഒന്ന് അഴിഞ്ഞു പോയെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അത് അവിടെ അങ്ങ് നിർത്തി. എല്ലാവരും കമന്ന് കിടക്കും. പക്ഷെ നമുക്ക് അങ്ങനെ കമന്നിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അതിൽ വെട്ടത്തിൻ്റെ ഒരു കുറവുണ്ട്, നമുക്കത് വളരെ ചെറിയൊരു വിടവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കുരുപ്പിനെ നോക്കിക്കതുകൊണ്ട് അച്ഛൻ നോക്കുകയാണ്, കുട്ടി മണ്ടയ്ക്ക് കയറി. പിന്നെ നമ്മുടെ ഈ ശ്രമമെല്ലാം കണ്ടിട്ട് കുറച്ച് സ്വാമിമാരാണെന്ന് തോന്നുന്നു, അവരവരുടെ തോർത്ത് കയറ്റി ഇറക്കുന്നത്. അപ്പം ഈ തോർത്ത് കയറ്റി ഇറക്കുന്ന ഇത് നിങ്ങളൊന്ന് നോക്കണേ. ഇത് ഇപ്പം ദാ അതുവഴി ഇങ്ങനെ കയറി വരുന്നുണ്ട്. കയറി വന്ന് ദാ നോക്കിക്കേ, ഇവിടെ എല്ലാം കയറും. ഈ വന്നിട്ട് ദാ ഇങ്ങനെ കറക്കിയെടുക്കാൻ ഈ കോർണർ നമുക്ക് കടത്തി വിടാം. പെട്ടെന്ന് ഏട്ടനൊന്ന് ഫ്രെയിമിലോട്ട് കയറിയതാ, മോള് മാറ്റിയതാ. ഇതാ ഈ ഒരു പർട്ടിക്കുലർ കോർണർ വരുമ്പോഴാണ് സ്റ്റക്ക് ആവുന്നത്. ഇവർ ഇതിൽ ഒത്തിരി വേറെ കഥകളൊക്കെ പറയുന്നെങ്കിലും നമ്മൾ ആന്ധ്രാക്കാർ നമ്മളതിനെയൊന്ന് ഡീറ്റെയിൽഡ് സ്റ്റഡി ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഈ ബ്രിട്ടീഷുകാർക്ക് എന്തും തിരക്കി തപ്പിപ്പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇതാണ്, എന്താണ് ഇവരുടെ ഈ ഒരു മൊത്തം സ്ട്രക്ചറിൻ്റെ ആ ഒരു രഹസ്യം എന്താണ്. അത്രയ്ക്ക് മനോഹരമാണ്. കാര്യം ഇൻ്റർലോക്കിംഗ് സിസ്റ്റം വെച്ചിട്ടാണ് ഇതിങ്ങനെ, അല്ലാതെ എങ്ങും ഒന്നും ഫിക്സ് ചെയ്തിരിക്കുമല്ലോ കേട്ടോ. അപ്പം നമ്മൾ രണ്ടാമത് എന്നപ്പം എന്താ നോക്കുക, അമ്മയും ഞാനും ഒക്കെ ഇങ്ങനെ കടത്തിയെടുക്കുന്നത്. ഇങ്ങനെ കടത്തിയെടുക്കുക നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ പറ്റില്ല കേട്ടോ. അപ്പോൾ അവർ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു ആർക്കിടെക്റ്റ് വന്നിട്ട് നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ കമ്പിപ്പാറ വെച്ച് ഇത് കുത്തിയിളക്കിയപ്പോൾ ഒരു തൂൺ ഇളക്കിയപ്പോഴേ ഇത് ഫുൾ ഷേക്ക് ആവാൻ തുടങ്ങി ഈ ഒരു സ്ട്രക്ചർ. അങ്ങനെ അദ്ദേഹം അവിടെ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതാണ് ഒരു പർട്ടിക്കുലർ അതൊന്ന് ചരിഞ്ഞു, ഈ തൂണൊന്ന് ചരിഞ്ഞു. നമ്മളിങ്ങനെ പാര കൊണ്ട് പൊക്കുമ്പോൾ ഒന്ന് ചരിയുമല്ലോ, ചരിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ പോർഷൻ ഒന്ന് ടച്ചായി നിന്നിട്ടുണ്ട്. ഇനി പക്ഷേ ഈ 69 മറ്റു തൂണുകളുള്ളതുകൊണ്ടായിരിക്കും ഒന്നും പറ്റാതെ നിൽക്കുന്നത്. പിന്നെ ആ തൂണ് അങ്ങനെ നിൽക്കുന്നത് എന്താണെന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നവർക്ക്, അതിനെ പറ്റിയുള്ളവർക്ക് പറയാനേ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ ഇനിയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മറ്റൊരു വലിയൊരു കാര്യമുണ്ട് കേട്ടോ. അവർ പറയുന്നത് ഇപ്പം നമ്മൾ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്കൊരു കാണാൻ കിട്ടും വലിയ ഒരു പാറ, അതിൻ്റെ പുറത്ത് 7 തലകളോട് കൂടിയ ഒരു നാഗത്തിന് 3 ചുറ്റിൻ്റെ മുകളിലായിട്ടൊരു ശിവലിംഗം. നമുക്ക് ലോകത്ത് വേറെ ഒരിടത്തും അങ്ങനെ ഒരു ശിവലിംഗത്തെ കാണാൻ കിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ അവിടെ നമുക്ക് പോകാൻ തോന്നില്ല, നമുക്ക് എത്ര സമയം സ്പെൻഡ് ചെയ്താലും നമുക്ക് അവിടുന്ന് പോകാൻ പറ്റില്ല കേട്ടോ, തോന്നില്ല. ഇത് നമ്മളൊരു ഷോർട്സ് എടുത്തിരുന്നല്ലോ, അപ്പോൾ ഏട്ടൻ്റെ ഇടയ്ക്കൊന്നും മുഷിഞ്ചു വീഡിയോ എടുക്കുന്നതിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഒരു ഇറിറ്റേഷനാണ് കാണിച്ചത്. അങ്ങനെ നമ്മൾ ആ ഒരു ശിവലിംഗത്തിൻ്റെ കഥ പറയുന്നത് ഈ ശില്പികളിൽ ഒരാളുടെ അമ്മ, അന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ശില്പികളിൽ ഒരാളുടെ അമ്മ പാചകശാലയിലുണ്ടായിരുന്നു. ഇവർ ഉച്ചയ്ക്ക് ഭക്ഷണം ജോലി ചെയ്യുന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വന്ന ആ ഒരു നേരം അമ്മ പറഞ്ഞു അത്രേ, ഭക്ഷണമായില്ല, കുറച്ചൊന്ന് കാത്തിരിക്കുമെന്ന്. ആ കാത്തിരിപ്പിൻ്റെ സമയം ഇവർ ചെയ്യുന്നതാണ്. അവിടെ ഒരു വലിയ പാറ, അത് ശരി അതൊരു പാറ തന്നെയാണ്, പാറയിൽ പെട്ടെന്ന് കൊത്തിയെടുത്ത, അതായത് വിത്തിൻ അവേഴ്സ് കൊത്തിയെടുത്ത ഒരു സംഭവമാണ് ഈ ഒരു നാഗലിംഗം എന്നാണ് പറയുന്നത്. അതങ്ങോട്ട് കംപ്ലീറ്റ്ലി. എന്നിട്ട് അമ്മ ഭക്ഷണമായി എന്ന് പറയാൻ പുറത്തു വരുമ്പോൾ കണ്ട കാഴ്ച കണ്ടിട്ട് അമ്മ അക്ഷരാർത്ഥത്തിൽ അതിശയിച്ചു പോയിട്ട് അമ്മയുടെ ആ നോട്ടത്തിൽ ഇതിൻ്റെ പുറയിലുള്ള പാറ 3ആയിട്ട് ഇങ്ങനെ പൊട്ടൽ വീണു എന്നും ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന കഥ. ഇതെങ്ങനെ നോക്കിയാലും നമുക്ക് വിശ്വസിക്കാൻ, എനിക്ക് പിന്നെ കഥയിൽ ക്വസ്റ്റ്യൻ ഇല്ല എന്നാണ് പറയുന്നത്, വിശ്വസിക്കാൻ പാടാ കണ്ടോ. ശരിയാ, നമ്മൾ അതിൻ്റെ പുറയിൽ ഒരു വലിയ പാറയാണ് കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെയാണ്. ആ ഗണേഷിൻ്റെ വയറ്റത്തോടൊരു നാഗം ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ ഗണേഷ് നമുക്ക് എങ്ങും കാണാൻ പറ്റത്തില്ല. ഇതെന്ന് പറയുന്നത് ശിവലിംഗത്തെ പൂജിക്കുന്ന ആന, ഒരു കുരങ്ങ്, ഇതൊക്കെയുണ്ട്. അത് ലങ്കയിലോട്ട് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പുള്ള ആ ഒരു പിക്ചറാണ് യോദ്ധാക്കൾ അത് കാണിക്കുന്നത്. ഇതാണ് നമുക്ക് ഒരു പണി തീരാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതെന്ന് പറയുന്നത് ഒരു കല്യാണ മണ്ഡപമാണ്. ഇതിന് ഒരു വലിയ ഒരു കഥയാണുള്ളത്. ശിവപാർവതി പരിണയ കഥ പറയുന്ന കല്യാണ മണ്ഡപം അപൂർണമാണ്. കാരണം പറയുന്നത് അച്യുതദേവരായരുടെ ഗവർണർമാരായ വീരണ്ണ നായക്കും വിരൂപണ്ണ നായക്കും സഹോദരങ്ങളാണ്. അതിൽ അവർ രാജാവിൻ്റെ അനുവാദമില്ലാതെ കൊട്ടാരത്തിൻ്റെ ഖജനാവ് തീർത്തു. ഇതിൽ ക്ഷുഭിതനായിട്ട് രാജാവ് ഇവരെ അന്ധരാക്കാൻ വിധിക്കുകയാണ്. ഇതിൽ മനം നൊന്നിട്ട് വിരൂപണ്ണ നായക്ക് സ്വന്തം കണ്ണുകൾ ഇതിലെ ഭിത്തികളിൽ അർപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ ഒരു ചോര വാരുന്ന ഭിത്തി നമുക്ക് കാണാൻ കിട്ടും. വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത്, അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ഫോട്ടോസ് കാണിക്കാം കേട്ടോ. അത് വിശ്വസിക്കാൻ ഒരു ഇത്തിരി പാടുണ്ട്. എങ്ങനെ ആ ഒരു ബ്ലഡ് സ്റ്റെയിൻ ഇപ്പോഴും നിൽക്കും? ഇതിലൊക്കെ കഥയിൽ പറയുന്ന പോലെ ക്വസ്റ്റ്യൻ ഇല്ല എന്ന് പറയുന്ന പോലെ ഒരു കാര്യമാണ്. എനിക്കതെന്തോ വിശ്വസിക്കാൻ വലിയ പാടാണ്. അതുപോലാണ് അടുത്ത കാര്യവും ഇവിടെ പറയുന്നത്.
സീത എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു. സീതയുടെ കാൽപാദങ്ങളെന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്. ഇതൊരു ഭീമാകാരമായ സൈസുള്ള ഒരു കാൽപാദമാണ് കാണുന്നത്. സീതയുടെ കാലായതുകൊണ്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. സീതയുടെ കാലമായതുകൊണ്ടാണ് ഇവിടെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത്. ആന്ധ്രയിലെ ചൂടറിയാവല്ലോ, ഒരിക്കലും ഇത് വെള്ളം വറ്റില്ല. അതായത് ആന്ധ്രയിലെ ഇത് പാറയല്ലേ, എവിടുന്നെങ്കിലും ഒലിച്ചു വരുന്നതാവാം. എങ്കിലും ഗ്രാമത്തിലുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഹനുമാന്റെ പാദമാണ്. അത് ഒരു പക്ഷേ നമുക്ക് വിശ്വസിക്കാം. ആ ഒരു ഇതെന്ന് പറയുന്നത് ഇവിടെ ശിവലിംഗം 5ആണ്, 2 പുറത്തും ബാക്കി അകത്തും. ഈ ഒരു 36 തൂണുകളുണ്ട് ഇവിടെ. ഈ ഒരു 36 തൂണിൽ ക്രീപ്പേഴ്സിൻ്റെ ഡിസൈൻസ് ഉണ്ട്. ഈ ഡിസൈൻസ് ആണ് ഫാഷൻ ഡിസൈനേഴ്സ് ഇവിടെ വന്നിട്ട് ഈ ഡിസൈൻസ് കോപ്പി ചെയ്ത്, അത് കലങ്കാരി ഡിസൈൻസ് ഇതിലൊക്കെ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ഇതുവരെ ഞാൻ ആ പേരിൻ്റെ രഹസ്യം പറഞ്ഞിട്ടില്ല. ഇവിടാണ് നമുക്ക് തീരെ മലയാളിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ജടായുപ്പാറ എന്താണ് എന്നാണ് ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. ഇവർ പറയുന്നത് ജടായു വീണ പാറയാണ് ഇത്. അതാണ് തെലുങ്കിൽ ലേ പാക്ഷി എന്ന് പറയുന്നത് ഉണരു പക്ഷി, അതായത് കിടക്കുകയാണ്, ഇങ്ങനെ മരിക്കാൻ കിടക്കുമല്ലേ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഇത് പിന്നെ രാമായണത്തിന് 300 പതിപ്പുകളോളം ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പറയുന്നതാണാം എന്ന് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം. പക്ഷേങ്കിൽ ആന്ധ്രയിലുള്ള ആൾക്കാർ മൊത്തം വിശ്വസിക്കുന്ന ഇങ്ങനെയാണ്. ആമയുടെ ആകൃതിയിലുള്ള വലിയൊരു ഗ്രാനൈറ്റ് പാറയുടെ താഴ്ന്ന ഉയരത്തിലുള്ള ഒരു കുന്നിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ കൂർമ്മശൈല ക്ഷേത്രം എന്നും പറയുന്നുണ്ട്. മടക്കയാത്രയിൽ കണ്ട ഒരു കാഴ്ച, ആ വാഴയുടെ കാര്യത്തിലൊരു തീരുമാനമായി. നമ്മൾ ക്ഷേത്രത്തിനകത്ത് ഒരു നാഗലിംഗം കണ്ടില്ലേ, അപ്പം എപ്പോഴും ശിവലിംഗത്തിന് അഭിമുഖമായിട്ട് നന്ദി കാണുമല്ലോ. ഇത് ഒരു 200 മീറ്റർ ദൂരത്തായിട്ട് കാണുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റശില നന്ദിയാണെന്നാണ് ഇത് പറയുന്നത്. ഇതിന് 20 അടി പൊക്കവും 30 അടി നീളമാണ് ഉള്ളത്. ഇതിൻ്റെ ആഭരണങ്ങളൊക്കെ കൊത്തിയെടുത്തിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ദൂരെ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നല്ലോ ജടായു വീണ സ്ഥലമാണ് ഇത് എന്ന്. ആ ഒരു സ്ഥലം ഇവരിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കയറി ചെല്ലാൻ രാമൻ്റെ പാദങ്ങളും ഒക്കെ ഇവിടെയും കാണിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ആരോഗ്യം സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ അത്ര ദൂരം കയറി ചെന്നില്ല. വാഴയുടെ കാര്യം മൊത്തത്തിൽ വാഴ തീർന്നു കിട്ടി കേട്ടോ. അങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യമായിട്ട് ഞാൻ മടങ്ങുവാണ്.